ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതാണ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. നിങ്ങൾ സ്കൂളിൽ ഈ ചാപ്റ്ററും ഈ ഇക്വേഷൻസും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തറവായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഇക്വേഷൻസും അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ലെറ്റ് us start by defining one-dimensional motion or motion in a straight line. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു കുട്ടി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഓടാൻ പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ മോഷനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മോഷന് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പൊടി വിതറിയിട്ട് ഉറുമ്പുകൾ ആ ലൈനിൽ കൂടി മാത്രം പോകുന്ന വിധത്തിൽ കൺസ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ പൊസിഷൻ ഏതൊരു ഇൻസ്റ്റൻറ്റിലും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ആക്സിസ് മതിയാകും. എക്സ് ആക്സിസിലോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ ഇസഡ് ആക്സിസിലോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉള്ള പൊസിഷൻ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സ് ആക്സിസ് ആണ് നമ്മുടെ എടുക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ ഒറിജിനായിട്ടും പിന്നെ ഏതൊരു ഇൻസ്റ്റൻറ്റിലാണോ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കേണ്ടത് ആ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലായിട്ട് എടുത്തുകൊണ്ടോ ഒക്കെ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഗ്രാഫിലൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ആക്സിസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുക. ആൻഡ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ലെറ്റ് us suppose that this train is moving in a straight track. Then its motion can be considered as a one-dimensional motion. നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് വളരെ ലോങ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകളിൽ അത്ര ആപ്ലിക്കബിൾ അല്ല, എളുപ്പമല്ല. പക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന് ലിമിറ്റ്സ് ഒന്നുമില്ല. സോ ലെറ്റ് us imagine this train is moving a large distance in a straight line. Then it can be considered as an example for a straight line motion or one-dimensional motion. അതുപോലെ ഇവിടെ ഒരു സൈക്ലിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. സൈക്കിള് സ്ട്രെയിറ്റ് ലൈനിൽ പോവുക അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ലൈനിൽ നിന്ന് ഒട്ടും ഡീവിയേറ്റ് ചെയ്യാതെ പോകുന്ന ഒരു സൈക്ലിസ്റ്റിനെ നമ്മൾ ഇമാജിൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മോഷനും എന്തിന് എക്സാമ്പിളായിട്ട് കരുതാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷന് അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളായിട്ട് കരുതാം. ഇനി നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലും അതുപോലെ ഇക്വേഷൻസ് ഓഫ് മോഷനിലുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെ ഡിഫൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ്. ഈ രണ്ട് പോയിന്റുകളാണ്. നിങ്ങൾ പഠിച്ചിട്ടുമൊക്കെ ഉണ്ടാകും ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നൊക്കെ. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ അറിയാമായിരിക്കും. എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്ത് കാണിച്ചിട്ടുണ്ട്. ഡോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു റെഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു പാത്തിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. And it is traveling from A to B. What is meant by distance travelled by this object? The distance travelled by the object is equal to the total length of the path travelled by this object. അപ്പോൾ ഇതൊരു കർവ്ഡ് പാത്താണെങ്കിൽ പോലും ഈ കർവ്ഡ് പാത്തിൻ്റെ ഫുൾ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതാണ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയും. So distance travelled can be defined as the total length of the path travelled by an object. ഇപ്പോൾ ഒരു ബസ്
കരുമണ്ണൂരിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കരുമണ്ണൂരിൽ നിന്ന് ഏത് വഴിക്കാണോ തൊടുപുഴയ്ക്ക് പോവുക ആ പാത്തിൻ്റെ ഫുൾ ലെങ്ത്ത് മെഷർ ചെയ്യുന്നതാണ് ആ ബസ്സിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെഹിക്കിൾസ് യൂസിങ് ദ ഓഡോമീറ്റർ ഫിക്സഡ് ഇൻ ദ വെഹിക്കിൾ. Odometer is a device which is used to measure the distance travelled by vehicles like car, bus, etc. ഇപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണും. ഈ ഫിഗറിൽ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കൊരു ഡിസ്റ്റൻസ് വരച്ചിട്ട് അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്? അത് കുറച്ചുകൂടി ക്ലിയർ ആകാനായിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഒരു കുട്ടി ഒരു ട്രീയുടെ താഴെ നിൽക്കുന്നു, ട്രീ എയുടെ താഴെ. അവിടുന്ന് ആ കുട്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ബിയിൽ എന്ന പോയിന്റിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 4 മീറ്റർ. വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും അടുത്ത ട്രീയുടെ ചോട്ടിലേക്ക് 3 മീറ്റർ ട്രാവൽ ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ഒരു ജേർണിയിൽ അയാളുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കി. 4 + 3 7 ആണ്. അപ്പോൾ 7 മീറ്റർ ആണ് ഈ കുട്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ആൻഡ് ദാറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ഹിം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും കൺസിഡർ ചെയ്യണം. ഒരു ജേർണി കഴിഞ്ഞു, അപ്പോൾ ആ ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് അതാണ് ഇനിഷ്യൽ പോയിൻ്റ്, എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അതാണ് ഫൈനൽ പോയിൻ്റ്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത ഡയറക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനുണ്ടായ ചേഞ്ച് എന്താണ്? അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വി ക്യാൻ ഡിഫൈൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ in the direction from initial point to final point, or it is the change of position in a particular direction. ഇവിടെ നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ് എന്ന് കാണാം. അപ്പോൾ കുട്ടി യഥാർത്ഥത്തിൽ ഈ പാത്തിൽ പോകണം എന്നില്ല. കുട്ടി പോകുന്നത് ഈ ഒരു 7 മീറ്റർ ട്രാവൽ ചെയ്യേണ്ട പാത്തിൽ കൂടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഈ ജേർണിയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയേ ഉള്ളൂ? 5 മീറ്ററേ ഉള്ളൂ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത ഒരു ഫിഗറുണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അത് സൗത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ ആദ്യം ഒരു കുട്ടി ട്രാവൽ ചെയ്യുന്നു. അതിനുശേഷം ഈസ്റ്റ് ഡയറക്ഷനിൽ അത് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്. അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. പക്ഷെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിൻ്റ് ഫിക്സ് ചെയ്തു, അതുപോലെ ഫൈനൽ പോയിൻ്റ് ഫിക്സ് ചെയ്തു, ഇനിഷ്യൽ ടു ഫൈനൽ എന്നുള്ള ഡയറക്ഷൻ എടുക്കുക. ഈ സ്പെസിഫൈഡ് ഡയറക്ഷനിൽ ഈ കുട്ടിക്കുണ്ടായ പൊസിഷനിലുള്ള ചേഞ്ച് അത് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസാണ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ in the specified direction, that is from initial to final direction, or it is equal to the shortest distance between initial point and the final point എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. So let us define displacement. Displacement can be defined as the change in position in a particular direction. Displacement of an object is the change of position in a particular direction, and it is equal to the shortest distance between initial and final positions. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സർക്കുലർ പാത്തിൽ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുക. എയിൽ നിന്ന് ബിയിലേക്കാണ് ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുക. എയും ബിയും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഒരു സെമി സർക്കുലർ പാത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സർക്കിളിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πr ആണ്. അപ്പോൾ സെമി സർക്കിൾ പാത്തിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ദാറ്റ് ഈസ് πr.
അതാണ് ഈ കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽ. പക്ഷെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഈ ഒരു ഷോർട്ട് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. പക്ഷെ ആ കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് πr ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ 2r എന്നുള്ള ഡിസ്റ്റൻസാണ്, 2r ആണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, ഇവിടെ ഈ ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കവർ ചെയ്ത് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എയിൽ തന്നെ എത്തുന്നു. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 0, ബട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ദ പെരിമീറ്റർ ഓഫ് ദിസ് സർക്കിൾ ആൻഡ് ദാറ്റ് ഈസ് 2πr. അതുപോലെ നിങ്ങൾക്ക് കാണാൻ മറ്റൊരു കാര്യം കൂടി, അത് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്നും നമ്മൾ നോക്കിയാൽ അതിൽ വരുന്ന ഒരു കാര്യം, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പാത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു സ്റ്റോപ്പ് വാച്ചും നമ്മൾ ഒപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റോപ്പ് വാച്ചിൽ ടൈം കൂടുന്നതനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് നോക്കിക്കൊണ്ടിരുന്നാൽ വി ക്യാൻ സീ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടൈം. ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കൂടിക്കൊണ്ടേയിരിക്കും. ഈ കേസിലും അത് തന്നെയാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻക്രീസസ് വിത്ത് ടൈം. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കിക്കേ. സ്റ്റോപ്പ് വാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിസ്റ്റൻസാണ്. ഇനി ഇവിടെ എത്തിയപ്പോഴോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസാണ്. ഇവിടെ എത്തിയപ്പോൾ അത് ഡയമീറ്ററിന് തുല്യമായി. അപ്പോൾ ഈ പോയിന്റ് വരെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ സെമി സർക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ ചെയ്യുക, ഇപ്പോൾ ബിയിലായിരുന്നപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു. ഇനി ഇവിടെ എത്തുമ്പോൾ അത് വീണ്ടും കുറയുന്നു, തിരിച്ച് എയിലെത്തുമ്പോൾ അത് 0 ആകുന്നു. സോ വി ക്യാൻ സീ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് വിത്ത് ടൈം ഇൻ ദ കേസ് ഓഫ് ദിസ് സർക്കുലർ മോഷൻ. Or we can conclude that displacement may increase or decrease with the time. അതുപോലെ ഞാനൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുന്നതായിട്ട് കരുതുക. ഇപ്പോൾ ഒരു ഡെസ്കിൻ്റെ ലെവലിൽ നിന്നാണ് ഞാൻ ഒരു കല്ല് മുകളിലേക്ക് എറിയുക. 10 മീറ്റർ ദൂരം പോയി കല്ല് തിരിച്ചു പോരുന്നു. അപ്പോൾ ഈ കല്ല് തിരിച്ച് ഡെസ്കിൻ്റെ ലെവലിലെത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും. ഇനി അത് താഴേക്ക് പോയി ഗ്രൗണ്ടിൽ വീഴുകയാണെന്ന് വിചാരിക്കുക. ഡെസ്കിൻ്റെ ഹൈറ്റ് ഒരു 5 മീറ്റർ ആണെങ്കിൽ താഴെ എത്തുമ്പോൾ ഉള്ള കല്ലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, മുകളിലേക്ക് പോയി 10 മീറ്റർ, താഴേക്ക് വന്നു 10 മീറ്റർ, ഡെസ്ക് ലെവലിലെത്തിയപ്പോൾ അത് 0 ആയി ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നീട് താഴേക്ക് 5 മീറ്ററാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ 5 മീറ്ററിന് തുല്യമാണ്. ഇനി അതിൻ്റെ ഡയറക്ഷനും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് അതിന് സൈൻ കൊടുത്താൽ, അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് കരുതിയാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവായിട്ട് കരുതണം. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ എന്ന് കിട്ടിയത്. സോ യു ക്യാൻ സീ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് നെഗറ്റീവ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ 0. പക്ഷേ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ എത്രയാണെന്ന് നോക്കുക. അപ്വേർഡ് 10, ഡൗൺവേർഡ് 10, 20 ആയി. പിന്നെ ഡൗൺവേർഡ് ഡെസ്ക് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് വരെ 5, 25. ഡിസ്റ്റൻസ് ട്രാവൽഡ് എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 10 കഴിഞ്ഞ് താഴേക്ക് വന്നാലും നമ്മൾ 11, 12 എന്നാണ് മെഷർ ചെയ്യുക. 20 ആയി സ്റ്റേറ്റ് ഡെസ്ക് ലെവലിലായപ്പോൾ, ഗ്രൗണ്ടിലെത്തിയപ്പോൾ അത് 25 ആവുന്നു. So distance traveled is always positive and always it increases with the time. ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. What are the difference between distance and displacement? ഒന്നാമത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് കൊടുക്കാം. Distance is the total length of the path traveled by the object and displacement is the shortest distance between final position and initial position in the given direction. Again we can see that distance is a scalar quantity but displacement is a vector quantity. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി?
ചില ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോൾ ഡയറക്ഷനൊക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും നമ്മളതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഡയറക്ഷനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ഫുൾ ലെങ്ത് മാത്രം മെഷർ ചെയ്യുന്നു. ആ ലെങ്താണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്ന, ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്ത തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒബ്ജക്റ്റിനുണ്ടായ ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. പക്ഷെ അവിടെ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുക. അതായത് ആ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യമേ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡയറക്ഷനിൽ ഒബ്ജക്റ്റിനുണ്ടായ പൊസിഷനിലുള്ള ചേഞ്ചാണ് മെഷർ ചെയ്യുക. അപ്പം അങ്ങനെ ഡയറക്ഷൻ മസ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സ്പെസിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതുപോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ കണ്ടതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ടൈം, വൈൽ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ടൈം. ഇനി സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Physical quantities having only magnitude but no direction are called scalar quantities. And example for scalar quantities are distance traveled, speed, mass, time, etc. Physical quantities which have both magnitude and direction are called vector quantities. And examples for vector quantities are displacement, velocity, acceleration, weight, force, etc. So by this we conclude this topic, distance and displacement. I hope all of you understand these physical quantities. Thank you.